എല്ലാവർക്കും നമസ്കാരം, ശുഭരാത്രി. മുഖം ഉള്ളവർക്ക് നമസ്കാരം, മുഖമില്ലാത്തവർക്ക് നല്ല നമസ്കാരം. ഈ ഒരുപാട് വിഷയങ്ങളുള്ള ഒളിമ്പസിന് ഈ ഫ്രൈഡേ വിസിറ്റ് എത്തുമ്പോൾ ഒന്ന് ഇടിച്ചു നിൽക്കാറുണ്ട്. കാരണം വെള്ളം ചേർത്ത് വേണം ഇവിടെ അവതരിപ്പിക്കാൻ. ഈ പ്രഭാത സത്സംഗത്തിന് നിത്യവും അവതരിപ്പിക്കുന്ന വിഷയങ്ങൾ അവതരിപ്പിച്ച സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. അല്ലെങ്കിൽ മനസ്സിലാവില്ല എന്ന് വെച്ചാൽ മനസ്സിലാകാത്ത വിഷയങ്ങളല്ല, സ്ഥിരം പങ്കെടുക്കുന്നവർക്ക് മനസ്സിലാവും. വല്ലപ്പോഴും വന്ന് കേൾക്കുന്നവർക്ക് അത് ഫോളോ ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, സമയമെടുക്കും. അപ്പോ ഏറ്റവും ലളിതമായിട്ട് ആളുകളെ പിടിച്ചിരുത്തുന്ന, ആളുകൾക്ക് കൊടുക്കാവുന്ന വിഷയം എന്ത് എന്നുള്ളത് ഇന്ന് രാവിലെ ആയിട്ടും വിഷയമായില്ല. അപ്പോഴാണ് നമ്മുടെ ഇതിലൂടെ ഇരിക്കുന്ന ഡോക്ടർ ബിന്ദു വിളിക്കുന്നത്. ബിന്ദു ഇടയ്ക്ക് ചില കീറാമുട്ടികളെ കൊണ്ട് വിളിക്കും. അപ്പോൾ ഇന്ന് രാവിലെ വിളിച്ചു ചോദിച്ചു, സന്തോഷേട്ടാ, ഈ നമ്മൾ എന്തിനാ കണ്ണാടി നോക്കുന്നു? ഞാൻ പറഞ്ഞു, അതിന് ഉത്തരം ഇപ്പൊ വേണോ, അത് വൈകിട്ട് തന്നെ മതിയോ? കാരണം ഒരു വിഷയം കിട്ടി സന്തോഷമായിരുന്നു. അപ്പൊ അതിനു മുമ്പ് തന്നെ വർഗീസ് ചേട്ടൻ എന്നെ ഒരു വിഷയം ഏൽപ്പിച്ചിരുന്നു. പക്ഷെ ഇങ്ങനെ ഒന്ന് കിട്ടിയപ്പോ ഞാൻ എന്നാ പിന്നെ ആ വഴിക്കൊക്കെ പോവാന്ന് വിചാരിച്ചു. ബിന്ദുവിന് ഉത്തരം കൊടുക്കണമല്ലോ. എന്താണെങ്കിലും ഇവിടെ വരുന്ന ഒരു ചോദ്യം സാധാരണ ഉത്തരം പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കില്ല എന്നതുമുണ്ടല്ലോ. അപ്പോ നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. കണ്ണാടിയിൽ നോക്കുന്നത് എന്തിനാണ് എന്നുള്ളത്. നമ്മുടെ പോസ്റ്ററിൽ പറഞ്ഞിട്ടുള്ള ചോദ്യം എന്താണ്? നിങ്ങൾ കണ്ണാടിയിൽ നോക്കി മുഖം മിനുക്കാറുണ്ട് അല്ലെ? നമ്മൾ വെളിയിലേക്ക് പോകുമ്പോ, ഇപ്പൊ ഞാനിവിടെ വന്നിരിക്കുമ്പോ കഴിഞ്ഞ ചില ഫ്രൈഡേ വിസ്റ്റം പ്രോഗ്രാമുകളുടെ ഒക്കെ വീഡിയോ ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് നോക്കിയെന്ന് വെച്ചാൽ എന്തൊക്കെ ടൈറ്റിൽസ് ഉണ്ടെന്നുള്ളതും ജസ്റ്റ് ഒന്ന് നോക്കി. അപ്പൊ അതിലൊക്കെ ചിലതിലൊക്കെ വന്ന് ഈ സെഷൻ അവതരിപ്പിക്കാൻ വന്നിരിക്കുന്ന സമയത്ത് തലയൊക്കെ ചറവറാന്നുണ്ടാവും. മൊത്തം ഒരു അവസ്ഥയിൽ വന്നിരിക്കും. എന്നിട്ടും സംസാരിക്കുന്നതിന് എനിക്ക് കോൺഫിഡൻസിന് കുറവൊന്നുമില്ല. ചില സമയത്ത് ഞാൻ ശാരീരികമായിട്ടുള്ള ചില സ്വാസ്ഥ്യങ്ങളൊക്കെ കൊണ്ടിരിക്കുന്നതായിരിക്കും. പക്ഷെ ഞാനിവിടെ സെഷൻ എടുക്കാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് കോൺഫിഡൻസിന് കുറവൊന്നുമില്ല. ഞാൻ ഫുൾ എനർജിയിലായിരിക്കും ഇരിക്കുക. അപ്പൊ ഞാൻ കണ്ണാടി നോക്കിയിട്ട് ഇവിടെ വന്നിരിക്കേണ്ട കാര്യമില്ല. കാരണം എനിക്കറിയാം ഞാൻ ഫുൾ എനർജിയിലാണെന്ന്. പറയാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച് എനിക്ക് നല്ല ഗ്രാഹ്യമുണ്ട്. അതെന്റെ വിശ്വാസം, ആത്മവിശ്വാസം. ഇന്ന് എനിക്ക് തോന്നി എന്താണെങ്കിലും വിട്ടുപോകാൻ പാടില്ലാത്ത ചില പോയിന്റുകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊന്ന് കുറിച്ചു വെച്ചേക്കാന്ന് വിചാരിച്ചിട്ട് ഞാനത് കുറിച്ചു വെക്കാനിരുന്നപ്പോ രാമകൃഷ്ണേട്ടൻ വിളിച്ചു. ഒരു 1.5 മണിക്കൂർ ആ വഴി പോയി. അപ്പൊ എനിക്ക് മനസ്സിലായി, ഈ ഒഴുകി വരുന്നത് കേൾക്കാനാണ് ഇവിടെ ഇന്ന് വരുന്നവർക്കുള്ള യോഗം. എന്നാ പിന്നെ ആ വഴി പോകട്ടെ എന്നും കരുതി ഒരു ആമുഖമായിട്ട് ഇത്രയും പറഞ്ഞതാണ്. പക്ഷെ ഈ ആമുഖത്തിന്റെ ഒക്കെ അകത്ത് അതിന്റെ വളവിലും തിരിവിലും ഒക്കെ കുറെയൊക്കെ വസ്തുതകൾ ഒഴുകി വരുന്നതാണ്. വിഷയം എന്ന് പറയുന്നത് പ്രകൃതി അനുവദിച്ചു തരുന്നതാണ്. ഇന്ന് നമ്മൾ ഇതിലൂടെയും പോകേണ്ടതുണ്ട് എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോ നമ്മുടെ ചോദ്യം അവിടെ നിന്ന് തുടങ്ങാം. നിങ്ങൾ കണ്ണാടിയിൽ നോക്കി മുഖം മിനുക്കാറുള്ളത്. ഞാൻ മിനുക്കാതെ വന്നിരുന്നത് എന്റെ ആത്മവിശ്വാസം കൊണ്ടാണെന്നാണ് നീ പറഞ്ഞു വന്നത്. അപ്പോ എന്നിൽ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ മുഖം മിനുക്കാതെയും ഇവിടെ വന്നിരിക്കാം എന്നതാണല്ലോ കാര്യം. അപ്പൊ പുറത്ത് മിനുക്കേണ്ടി വരുന്നത് അകത്ത് മിനുപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് എന്നതാണ് നമ്മൾ അതിന്റെ താഴെ പറഞ്ഞ ഒരു വാചകം അല്ലെ? ഞാൻ സുന്ദരമാണ്, സുന്ദരമായിരിക്കുന്നു എന്ന് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ ആ ബോധ്യം എവിടെ ഉണ്ടാവേണ്ടത്? അകത്താണ്. എന്റെ അകത്ത് ഞാൻ മിനുമിനുപ്പുള്ളതാണ്, ഞാൻ തുടുതുടുപ്പുള്ളതാണ്, സുന്ദരമാണ് എന്നൊരു തോന്നൽ എനിക്കുണ്ടെങ്കിൽ പിന്നെ ഞാൻ മുഖം മിനുക്കാൻ നിൽക്കുന്നു. ഞാൻ എന്നെ അവതരിപ്പിക്കുന്നത് എന്റെ പ്രകട മനസ്സിന്റെ ആ ഒരു അവതരണമുണ്ട്. ആ പെർഫോം ചെയ്യുന്ന ഒരവസ്ഥ ഭംഗിയാകണം എന്നതായിരിക്കുമ്പോഴാണ് ഞാൻ മിനുക്കേണ്ടി വരുന്നത്. അതങ്ങനെയാണെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മിനുക്കേണ്ടി വരുന്നത്. അപ്പോ പുറത്ത് ഭംഗി ഉണ്ടാകണമെങ്കിൽ, പുറത്ത് സൗന്ദര്യം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് പുറത്തല്ല അകത്താണ് എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. പുറം സൗന്ദര്യം മിനുക്കാൻ അകം സൗന്ദര്യത്തെ മിനുക്കുന്നതെങ്ങനെ? അകത്ത് നല്ല മൂല്യങ്ങളുള്ള ഒരാൾ പുറത്തെ സൗന്ദര്യത്തെ കുറിച്ച് വ്യാകുലപ്പെടാറില്ല. ഒരു ഡോക്ടറുടെ രീതിയിൽ വിഷം കെട്ടി അണിഞ്ഞൊരുങ്ങി നിൽക്കേണ്ടതുണ്ട് എന്ന ബന്ധുക്കളുടെ ഒരു കാഴ്ചപ്പാടിനെ അതിനോട് വിയോജിച്ച് വളരെ സാധാരണ രീതിയിൽ
സാധാരണ വസ്ത്രവും സാധാരണ രീതിയിലുള്ള കാര്യങ്ങളും അണിഞ്ഞ്, നമ്മൾ സാധാരണ രീതിയിൽ അണിയുന്നതെന്തോ അത് അണിഞ്ഞ് നിൽക്കുമ്പോൾ പുള്ളിയെ ഡോക്ടറായി ചിത്രീകരിക്കണമെന്നുള്ള താല്പര്യമുള്ള സുഹൃത്തുക്കളോ ബന്ധുക്കളോ അതിനെ ഒരു ക്രിറ്റിസൈസ് ചെയ്യുന്ന ഒരു അവസ്ഥയെ വെച്ചുകൊണ്ടാണ് ബിന്ദു അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. താൻ ആരാണെന്ന് തനിക്ക് അറിയുമെങ്കിൽ പിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ അത് എടുത്തു കാണിക്കേണ്ട കാര്യമില്ലല്ലോ എന്നുള്ളതാണ് ഇതിന്റെ രത്നച്ചുരുക്കം. ഇത് പറയുമ്പോൾ ഇതിന്റെ ശരിയായ അർത്ഥം നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ സൗന്ദര്യം എന്താണ് എന്നതിനെ നമ്മളൊന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. സൗന്ദര്യം എന്നുള്ളത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, എവിടെയാണിത് പ്രതിഫലിക്കുന്നത്, എവിടെ നിന്നാണ് തുടങ്ങുന്നത്? സൗന്ദര്യത്തിന് ഈ പ്രകൃതി എന്ന സംവിധാനവുമായിട്ട്, ഞാൻ എന്നുള്ള വിശ്വാസവുമായിട്ട്, ഞാൻ എന്നുള്ള ബോധവുമായിട്ട് എന്തെങ്കിലും ബന്ധവും? ആ സൗന്ദര്യത്തിന്റെ പരമമായ ഒരു അവസ്ഥയിൽ നമ്മൾ എവിടേക്കാണ് എത്തിച്ചെല്ലുക എന്നുള്ളത്. സുസ്ഥിരത എന്നുള്ള വിഷയത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന, ദീപിക്കോളജിയെ പഠിപ്പിക്കുന്ന ഒളിമ്പസിന് സൗന്ദര്യത്തിൽ എന്ത് കാര്യം എന്നുകൂടെ നിങ്ങൾക്ക് ഇത് കഴിയുമ്പോൾ മനസ്സിലാകേണ്ടതുണ്ട്. അപ്പൊ അവിടേക്കാണ് നമ്മൾ ഈ ഒരു യാത്ര പോകുന്നത്. അപ്പോ നമുക്ക് തുടങ്ങാം. ഒരു കാര്യം സുന്ദരമായിരിക്കുന്നു നമ്മൾ എപ്പോഴാ പറയാ? നമ്മളൊരു മലയുടെ കാഴ്ച കാണാനായിട്ട് പോകും. അപ്പൊ നമ്മളൊരു മലയുടെ അറ്റത്ത് ചെന്ന് നിന്ന് ചക്രവാളം വരക്കനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നാട്ടിലെ ആളുകളെല്ലാം തന്നെ അവനവന് തോന്നുന്ന രീതിയിൽ ഓരോന്നും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഇഷ്ടംപോലെ വീടുകൾ, ഇഷ്ടംപോലെ റോഡുകൾ, ഇഷ്ടംപോലെ തോടുകൾ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചറപറാന്നാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇതിനൊക്കെ എന്തെങ്കിലും യുക്തി ഉണ്ടോ എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചോദിച്ചു പോകണ്ടേ. അത് വിവരമുള്ള എഞ്ചിനീയർമാരാണ് ഇത് കെട്ടിയതൊക്കെ നമ്മൾ ചോദിച്ചു പോകാം. പക്ഷെ മലയുടെ തുഞ്ചത്ത് നിന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ താഴെ കാണുന്ന വീടുകളും തോടുകളും വഴികളും എല്ലാം തന്നെ വളരെ ഭംഗിയുള്ളതായിട്ട് കാണുന്നുണ്ട്. ആര് എങ്ങനെയൊക്കെ എറിഞ്ഞാലും അത് ഭംഗിയുള്ളതായിരിക്കും. എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? നമ്മളൊരു വാഗമരത്തിന്റെ ചുവകളിൽ നിന്ന് ഈ മറ്റേ ചെമ്പൂവുള്ള വാഗയുണ്ട്, വാഗമരത്തിന് ഈ കോയിലേര് വന്ന് നമുക്ക് അറിയാം. കോയിലേന്റെ മുറ്റത്ത് നിൽക്കുന്ന ആ വലിയ വാഗമരം, അതിന്റെ താഴെ നിന്ന് നമ്മളിലേക്ക് നോക്കുമ്പോൾ അതിന്റെ മേലാപ്പ് വല്ലാത്തൊരു ചന്തത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ പറ്റും. ആ മരത്തിന്റെ ഓരോ ഇലയ്ക്കും ഓരോ ശിഖരത്തിനും ഒക്കെ തന്നെ ഈ സൗന്ദര്യം എന്നുള്ള രീതിയിൽ ഇതിനെ ഉണ്ടാക്കിയെടുക്കാൻ എങ്ങനെയാണ് കഴിഞ്ഞിട്ടുണ്ടാവുക? അതിലെ ഒരു ഇതള്, അതിന്റെ ഒരു പൂവിന്റെ ഒരു ഇതള് കണ്ടു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഉണ്ടായിട്ടുണ്ടാവുക? അപ്പോ നമ്മൾ ആ മലയുടെ തുഞ്ചത്ത് നിന്ന് കാണുന്ന സമയത്ത് എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ ചിതറി കിടക്കുന്നതിന് ഒരു ക്രമം നമുക്ക് കണ്ടെത്താൻ പറ്റുമ്പോഴാണ് അതിൽ സൗന്ദര്യമുണ്ട് എന്ന് നമുക്ക് തോന്നുന്നത്. നിങ്ങൾ എന്തിനെ എവിടേക്ക് വാരി എറിഞ്ഞാലും, എന്ത് എങ്ങോട്ടേക്ക് എറിഞ്ഞാലും അതിനെല്ലാം തന്നെ ഒരു ക്രമമുണ്ടായിരിക്കും. ക്രമമില്ലാതെയാണ് നിങ്ങൾ ആ ചിതറി എറിയുന്നത്. ഇപ്പോ ചില ആർട്ടിസ്റ്റുകളൊക്കെ ബോർഡിലേക്ക് ചായം വലിച്ചെറിയുന്നത് കാണാം. തോന്നുന്ന പോലെയൊക്കെ വലിച്ചെറിയും, പക്ഷെ വലിച്ചെറിയുന്നതിനെല്ലാം ഒരു ക്രമമുണ്ട്. ഇത് ഒരു ലിക്വിഡിന്റെ ഫ്ലോ ഉണ്ടല്ലോ, ഫ്ലൂയിഡ് ഡൈനാമിക്സിനൊക്കെ നമ്മൾ പഠിക്കുന്ന ആ ഒരു ഫ്ലോ ഉണ്ടല്ലോ, അതുപോലെ വാതകങ്ങളുടെ ഒഴുക്കിനൊരു ഫ്ലോ, വസ്തുക്കളുടെ പ്രവാഹത്തിനൊരു ഫ്ലോ, ഏതിന്റെയും വിതരണത്തിനൊരു ഒരു ഒഴുക്കുണ്ടാവും. ഈ ഒഴുക്കിന് ഒരു ക്രമം. ഈ ക്രമം എന്ന് പറയുന്നത് പ്രകൃതിയുടെ നിയമങ്ങൾക്ക് ആധാരമാക്കിയിട്ടാണ്. നമ്മൾ പ്രകൃതിയിലെ കുറെ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ നമ്മുടെ ബേസിക് അരിത്മെറ്റിക്സ് വെച്ചിട്ട്, ചിലപ്പോൾ കുറച്ചുകൂടെ കൂടിയാൽ മാത്തമാറ്റിക്സും കാൽക്കുലസും ഒക്കെ വെച്ചിട്ട് നമ്മൾ അതിന്റെ ഒരു ഒഴുക്കിന്റെ ഘടനയെ കുറിച്ച്, ഒഴുക്കിന്റെ സാധ്യതയെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. ആ സാധ്യതകളുടെ പ്രോബബിലിറ്റിയെ കുറിച്ച് നമ്മളിങ്ങനെ പറയുന്ന സമയത്ത് അത് അങ്ങനെ പോകാൻ സാധ്യതയുണ്ട്, ഇങ്ങനെ പോകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയും. എന്തെല്ലാം സാധ്യതകൾ നമ്മൾ നിർവചിച്ചാലും ശരി, നിർവചിക്കാൻ കഴിയാതെ പോയാലും ശരി, ഇതിന്റെ ആത്യന്തികമായിട്ടുള്ള ഫലം എന്ന് പറയുന്നത് ഒരു രസകരമായ ചിതറലാണ്. നമ്മൾ ഒരു യാത്ര പോകുന്ന സമയത്ത് യാത്രയ്ക്ക് മുമ്പായിട്ട് അണിഞ്ഞൊരുങ്ങി സുന്ദരക്കുട്ടനായിട്ട് മുടിയൊക്കെ ചീകിട്ടായിരിക്കും പോകുക. ബൈക്കിലാണ് കയറിയിരുന്ന് യാത്ര ചെയ്യുന്നിരിക്കട്ടെ, യാത്ര അവസാനിക്കുന്ന സമയത്ത് ഹെൽമെറ്റ് ഒന്നും വെക്കാതെയാണ് യാത്ര ചെയ്യുന്നത്, പ്രത്യേകിച്ച് മുടിയൊക്കെ ഇങ്ങനെ കാറ്റത്ത് ചിതറി ഒരു വല്ലാത്തൊരവസ്ഥയിൽ. അപ്പോ നമ്മൾ ആദ്യം നമ്മൾ
കണ്ട ഒരു രൂപമുണ്ടല്ലോ, ആ രൂപത്തിനോട് അനുയോജിക്കുന്നതായിരിക്കില്ല ആ രൂപം, ഇപ്പോഴത്തെ രൂപം എന്നുള്ളത് കൊണ്ട് നമ്മൾ വീണ്ടും ചീകി ഒതുക്കാൻ ശ്രമിക്കും. പക്ഷെ ചീകി ഒതുക്കാതെ നിൽക്കുകയാണെങ്കിൽ അതിന് ഈ കാറ്റിന്റെ ഓളത്തിനനുസരിച്ച് നിന്നതിന്റെ ഒരു ചിതറലിന്റെ സൗന്ദര്യമുണ്ട്. ഈ ചിതറലിന്റെ സൗന്ദര്യം അതിനില്ല എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? നാഗരികത നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു സൗന്ദര്യ സങ്കല്പമുണ്ട്. നമ്മുടെ ശിരസിനെ കുറിച്ചുള്ള ഒരു സൗന്ദര്യ സങ്കല്പമുണ്ട്. ആ സൗന്ദര്യ സങ്കല്പം വെച്ചിട്ടാണ് നമുക്ക് തോന്നുക അത് ശരിയാവില്ല. അപ്പൊ നമ്മൾ നമ്മുടെ കൂട്ടുകാരോടൊപ്പം ഒരു യാത്ര പോകുന്നു. പോയി കഴിയുമ്പോൾ നമ്മൾ ഒരാളെ കാണാനൊക്കെ പോവാണെന്ന് ഇരിക്കട്ടെ, അയാളെ കണ്ട് അയാളെ നമ്മൾ അങ്ങനെ അനുനയിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ അവിടെ പോവാണ്. പോകുന്ന സമയത്ത് മുടിയൊക്കെ ചിതറി നിൽക്കുന്നു. നമ്മൾ അയാളെ മീറ്റ് ചെയ്തു, കൂട്ടുകാരന്റെ അല്ലെങ്കിൽ കൂട്ടുകാരിയുടെ കൂടെ പോയി അയാളെ മീറ്റ് ചെയ്തിട്ട് തിരിച്ച് നമ്മൾ യാത്രയൊക്കെ പറഞ്ഞതിന് ശേഷം തിരിച്ച് ഒരു കഫേയിൽ കാപ്പി കുടിക്കാൻ കയറി. അപ്പൊ അവിടുത്തെ കണ്ണാടിയിൽ നമ്മൾ കൈ കഴുകാൻ പോയപ്പോൾ നമ്മളെ കണ്ടു. ഇതിങ്ങനെ മുഴുവൻ ചിതറി നിൽക്കുന്നു, ഒരു വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്നു. ഇപ്പൊ നമ്മൾ കൂട്ടുകാരനോട് ചോദിക്കും, നിനക്കൊന്ന് പറഞ്ഞുകൂടായിരുന്നോ അയാളെ കാണാൻ പോകുന്ന സമയത്ത് എന്റെ വേഷമൊക്കെ ഒരു വല്ലാതിരിക്കുന്നല്ലോ? പക്ഷെ അതിനെന്താ കുഴപ്പം എന്ന് സുഹൃത്ത് ചോദിക്കും. കാരണം അയാൾ കാണുന്നത് നമ്മളെയാണ്. അയാൾ നമ്മുടെ ഈ വിധാനത്തെ അല്ല കാണുന്നത്, അയാൾ നമ്മളെയാണ് കാണുന്നത്. നമ്മളെന്നുള്ള വ്യക്തിത്വത്തെയാണ് കാണുന്നത്. ഈ വ്യക്തിത്വം ഇങ്ങനെ ആയിരിക്കണം പെർഫോം ചെയ്യേണ്ടത് എന്ന നമ്മുടെ ഒരു സങ്കല്പമുണ്ട്. ആ സങ്കല്പപ്രകാരമാണ് കണ്ണാടി നോക്കിയപ്പോ ഈ ഒരു രൂപം വന്നിട്ടില്ല. ഞാൻ ആദ്യം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു രൂപം വന്നിട്ടില്ല എന്ന തോന്നൽ വരും. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ഒരു സങ്കല്പമാണ് നമ്മുടെ സൗന്ദര്യത്തെ നിർവചിച്ച്, നമ്മുടെ വ്യക്തിത്വത്തെ കണ്ടുകൊണ്ട് നമ്മളെ വിലയിരുത്തുന്ന നമ്മുടെ കൂടെ നിൽക്കുന്ന സുഹൃത്തിന് നമ്മുടെ വ്യക്തിത്വമാണ് അയാളുടെ കാഴ്ചപ്പാട്. അത് വെച്ചാണ് അയാൾ നമ്മളെ അനുമാനിച്ചത്. അപ്പൊ ഇവ തമ്മിലുള്ള ഒരു വ്യത്യാസം. അപ്പോ ഈ സൗന്ദര്യം എന്നുള്ളത് എവിടെയാണ് അളക്കപ്പെടുന്നത്? നമ്മുടെ കാഴ്ചപ്പാടിലാണ്. നമ്മളിപ്പോ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ദേവന്റെ ആ ബ്ലൈൻഡ് ഫാമിലി ഉണ്ടല്ലോ, അവരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വല്ലാതെ വിഷമം തോന്നാറുണ്ട്. കണ്ണ് കാണാത്ത അച്ഛനും അമ്മയും വളർത്തിയ 2 കുട്ടികൾ, ആ കുട്ടികൾ ആ വീടിനെ പരിചരിക്കുന്ന രീതി കാണുമ്പോൾ ഒരു ക്രമവും ഉണ്ടാവില്ല, ഒരു ചന്തവും ഉണ്ടാവില്ല. കാരണം അവരെ സംബന്ധിച്ചോളം അത് ചന്തമായിരിക്കണം എന്നുള്ള ഒരു സങ്കല്പം അവരുടെ ഉള്ളില്ല. കാരണം അവരുടെ മനോചിത്രം എന്ന് പറയുന്നത് ചിതറിക്കിടക്കുന്ന, ക്രമപ്പെടുത്താത്ത ഒരു പശ്ചാത്തലമാണ്. ആ പശ്ചാത്തലത്തിലാണ് അവർ വളർന്നു വന്നത്. അവർ വളർന്നു വരുന്ന സമയത്ത് അവരുടെ വീടും പരിസരവും അങ്ങനെയൊക്കെ പോയാലും അവർക്ക് അത്ഭുതം തോന്നില്ല. അതേസമയത്ത് നമ്മളോ ദിവസം രാവിലെ അടിച്ച് വൃത്തിയാക്കി എല്ലാം തുടച്ചു കുട്ടപ്പനാക്കി ക്രമീകരിച്ച് വെക്കുന്ന ഒരു ഗാർഹിക സാഹചര്യത്തിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അതിന് ക്രമമില്ലാത്തതായിട്ടില്ല. അപ്പോ നമ്മുടെ കാഴ്ചപ്പാടാണ് ഈ സൗന്ദര്യത്തെ തീരുമാനിക്കുന്നത് എന്ന് പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അതിന് സൗന്ദര്യമുണ്ടെന്ന് നമുക്ക് അളക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? അവിടെ സങ്കല്പം ഇവിടെ ഉണ്ട്, ശരിയാണ്. ഈ സങ്കല്പത്തോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ഒരു കാര്യത്തെ കാണാൻ കഴിയുന്നത് എപ്പോഴാണ്? അവിടെ ഒരു ക്രമമുണ്ട്. ആ ക്രമം എല്ലാം ഭംഗിയായി അടുക്കി വെച്ചിരിക്കുന്നു. ഭംഗിയായി എന്ന് വെച്ചാൽ ആ ക്രമത്തിൽ ഒന്നുപോലും മാറാതെ, തെറ്റാതെ, തന്നാതെ ക്രമിതമായി നിൽക്കുന്ന സമയത്ത് അതിന് സുന്ദരമാണ് എന്നുള്ളൊരവസ്ഥ നമുക്ക് തോന്നും. അപ്പോ അതിന് ഒരു ക്രമിതമായിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് അവിടെ ഉണ്ടാകണമെന്ന് നമുക്കൊരു സങ്കല്പമുണ്ട്. അത് അവിടെ ആരോ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ബുദ്ധി അതിന്റെ പുറകിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ ആ ചിതറി വീഴലുണ്ടല്ലോ, ചായം ചിതറിയത്, വീടുകൾ ചിതറി നിൽക്കുന്നത്, റോഡുകൾ ചിതറി നിൽക്കുന്നത്, ആകാശത്തെ മേഘങ്ങൾ ചിതറി നിൽക്കുന്നത്, ഈ ചിതറലിന് സൗന്ദര്യമുണ്ടെന്ന് നമുക്ക് എപ്പോഴാ തോന്നുന്നത്? അത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഗോൾഡൻ റേഷ്യോയെ കുറിച്ച്, ഗോൾഡൻ റൂളിനെ കുറിച്ചും, ഗോൾഡൻ റൂൾ എന്നുള്ളൊരു പദം നിങ്ങളിൽ പലർക്കും അറിയുമായിരിക്കും. എങ്കിലും അതെന്താണെന്ന് പറയും. നമുക്കറിയാം പ്രകൃതിയുടെ ഒരു ഘടന. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, കൂടുകൾക്കകത്ത് കൂടുകളായി നിൽക്കുന്ന ഒരു ഘടന. പ്രപഞ്ചത്തിനകത്ത് ഗാലക്സികളാകുന്ന കൂടിനകത്ത്, പ്രപഞ്ചം എന്ന മഹാകൂടിനകത്ത് ഗാലക്സികളാകുന്ന കൂടുകൾ, ഗാലക്സികൾക്കകത്ത് മിൽക്കി വേ എന്നൊരു കൂട്, ആ മിൽക്കി വേക്കകത്ത് കുറെ സോളാർ സിസ്റ്റംസ്, അതിനകത്ത് നമ്മുടെ സോളാർ സിസ്റ്റം എന്ന കൂടിനകത്ത് ഭൂമി എന്ന കൂട്, അതിനകത്ത് ജീവരാശി എന്ന കൂട്, അതിനകത്ത് മനുഷ്യരാശി എന്ന കൂട്, മനുഷ്യരാശിക്കകത്ത് മനുഷ്യൻ എന്ന കൂട്, അതിനകത്ത് അവയവം എന്ന കൂട്, അതിനകത്ത് കലകൾ എന്ന കൂട്, അതിനകത്ത് കോശങ്ങൾ എന്ന കൂട്, ഇങ്ങനെ കൂടുകൾക്കകത്ത് കൂടുകളായിട്ടാണ് നമ്മൾ വിന്യസിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം.
ഞാനെന്ന് പറയുന്നത് ഉപരിവ്യവസ്ഥയുടെ ശരീരത്തിന്റെ ഒരു ഭാഗമാണ്, എന്റെ കൈ എന്റെ ശരീരത്തിന്റെ ഭാഗമാണ് എന്നതുപോലെ. അപ്പോ ഞാൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഉപരിവ്യവസ്ഥയായ പ്രകൃതിയുടെ ഒരു ആവശ്യത്തെ നിർവഹിക്കാൻ വേണ്ടിയാണെന്നുള്ളതും സ്ഥിരം ഇവിടെ വരുന്നവർക്ക് അറിയാം. അപ്പൊ ഈ ഒരു ഘടനയുണ്ടല്ലോ, ഈ ഘടനയിൽ ഉപരിവ്യവസ്ഥയുടെ ധർമ്മം നിർവഹിക്കാനാണ് ഞാൻ ഉണ്ടായിട്ടുള്ളത്. അപ്പോ ഞാൻ നിർവഹിക്കേണ്ടുന്ന എന്ത് ധർമ്മമാണ്, എന്താണ് എന്റെ നിയോഗം, അതിനനുസരിച്ചായിരിക്കും എന്റെ ശരീരഘടന, അതിനനുസരിച്ചായിരിക്കും എന്റെ പ്രവർത്തന ഘടന, അതിനനുസരിച്ചായിരിക്കും എന്റെ വിചാരഘടന, അതിന് അനുസരിച്ചായിരിക്കും എന്റെ അനുരൂപന ഘടന, അതിനനുസരിച്ചായിരിക്കും എന്റെ ചൈതന്യം. എന്റെ ഘടനകളെല്ലാം തന്നെ എന്റെ ധർമ്മത്തിനനുസരിച്ചായിരിക്കും. ഈ ധർമ്മത്തെ നമ്മൾ തിരിച്ചറിയുന്ന ഒരവസ്ഥയാണ് വാസന എന്ന് പറയുന്നത്. നമുക്ക് വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കാൻ പറ്റുക എന്ത് ചെയ്യാനാണോ നമുക്ക് നിരന്തരം തോന്നുക, എന്ത് ചെയ്യാനുള്ള ശേഷിയാണോ നമുക്കുള്ളത്, ഇതെല്ലാം വെച്ചുകൊണ്ടാണ് നമ്മൾ ധർമ്മത്തെ തിരിച്ചറിയുക. അപ്പോ നമ്മുടെ ധർമ്മത്തിനനുസരിച്ചായിരിക്കും നമ്മുടെ ശരീരത്തിന്റെ രൂപകൽപ്പന. ഈ രൂപകൽപ്പന ആരെങ്കിലും ഇരുന്ന് ഡിസൈൻ ചെയ്തതല്ല, അത് ഉപരിവ്യവസ്ഥയുടെ ആവശ്യപ്രകാരം പ്രാദേശികമായിട്ട് അത് ഉണ്ടാകുന്നതാണ്. അതിന്റെ ആഴങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം അതല്ല നമ്മുടെ വിഷയം. അപ്പോ എന്റെ കൈ ഉണ്ടായിട്ടുള്ളത് ഭക്ഷണം വായിൽ വെക്കാനാണ്, അപ്പോ അല്ലെങ്കിൽ എന്റെ മുന്നിൽ വരുന്നതിനെ വകഞ്ഞു മാറ്റാനാണ്, അല്ലെങ്കിൽ പുറംചൊറിയാനാണ് എന്നൊക്കെ പറയാം. ഈ ഒരു ജോലി ചെയ്യാൻ നിർവഹിക്കാൻ പാകത്തിലാണ് എന്റെ കൈയെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാവും. ഇല്ലേ? കൈക്ക് അതിനനുസരിച്ചാണ് അതിന്റെ ഘടന. ഇതിന് വേറൊരു രൂപമാണ് നൽകിയതെങ്കിൽ ഈ ധർമ്മം ചെയ്യാൻ അതിന് കഴിയില്ല. കാലുകൊണ്ട് എന്റെ കൈയുടെ ധർമ്മം ചെയ്യാൻ കഴിയില്ല. കൈയില്ലാത്തവർക്ക് ചിലപ്പോൾ അത് കുറേയൊക്കെ കഴിയുമായിരിക്കും, പക്ഷെ കൈയുടെ മുഴുവൻ പർപ്പസും ചെയ്യാൻ കാലിന് കഴിയില്ല. എന്റെ കരളിന് ഒട്ടും കഴിയില്ല ഹൃദയത്തിന്റെ പർപ്പസ് ചെയ്യാൻ. അപ്പോ ഓരോന്നിനും ഓരോ ധർമ്മമുണ്ട്. ഈ ധർമ്മം നിർവഹിക്കാൻ പാകത്തിലാണ് അതിന്റെ ഘടന എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ ഘടന എത്രയാണ്, അത് പാലിക്കാൻ പാകത്തിൽ അതിന്റെ ഒരു ക്രമീകരണം ഉണ്ടാകുമെന്ന്. ആ ക്രമം ഏറ്റവും ഭംഗിയായി നിർവഹിക്കുന്ന ഒരവസ്ഥ. എന്റെ ശിരസിന് ശരീരത്തിന്റെക്കാളും ഇത്ര ശതമാനം വലിപ്പമാണ് വേണ്ടത്, എന്റെ കാലിന് ശരീരത്തെക്കാളും ഇത്ര ശതമാനമാണ് വേണ്ടത്, കൈക്ക് ഇത്ര ശതമാനമാണ് വേണ്ടത് എന്ന രീതിയിൽ ഒരു അനുപാത ക്രമമുണ്ട്. ഇവയെല്ലാം ക്രമീകരിച്ച് വെച്ചിട്ടുള്ളത് ഈ മൂക്കെന്ന് പറയുന്നത് കണ്ണിന്റെ മുകളിലില്ല, താഴെയാണ്. ചെവി എന്ന് പറയുന്നത് ഇവിടെയാണ്. ചെവിക്ക് ഇങ്ങനെയാണ് വലിപ്പം എന്നുള്ള രീതിയിൽ ഒരു ക്രമമുണ്ട്. ഇത് ഏറ്റവും ഭംഗിയായി നിർവഹിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ ഒരു സൂത്രവാക്യം ഉണ്ടായിരിക്കും. നമ്മൾ വൃത്തം ഉണ്ടാക്കുന്ന സമയത്ത് പയ്യെന്നുള്ള ഒരു ഏകകത്തെ വെച്ചുകൊണ്ടാണല്ലോ ഈ വൃത്തത്തെ നമ്മൾ നിർവചിക്കുകയും കണക്കാക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ശരീരത്തെ ഒരു ആർട്ടിസ്റ്റ് വരയ്ക്കുകയാണെങ്കിൽ അതിന് ഒരു അളവുകോലുണ്ട്. ആർട്ടിസ്റ്റ് അതിനെ അനുകരിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഒരു അളവുകോൽ ഉണ്ടാവും, അത് ഉപയോഗിക്കുന്നു. അപ്പോ ഇത് രൂപകൽപ്പന ചെയ്യുന്ന സമയത്ത് ഒരു അളവുകോൽ ഉണ്ടാവില്ലേ? ആ അളവുകോൽ അത് ഏറ്റവും ഭംഗിയായിരിക്കുന്ന സമയത്ത്, ആ അളവുകോലിനോട് ഏറ്റവും കൂടുതൽ നീതി പാലിക്കപ്പെട്ടിട്ടുള്ളപ്പോ ഈ ശരീരം ഏറ്റവും സുന്ദരമായി അവതരിപ്പിക്കപ്പെടും. അതിനെയാണ് സുവർണ അനുപാതം അഥവാ ഗോൾഡൻ റേഷ്യോ എന്ന് പറയും. സുവർണ അനുപാതം. ഇവിടെയുള്ള എല്ലാ വസ്തുക്കൾക്കും അതിന്റെ ധർമ്മവുമായി ബന്ധപ്പെട്ടുള്ള രൂപഘടന ഉണ്ടായിരിക്കും. അതുണ്ടാക്കാൻ പാകത്തിലുള്ള ഒരു സുവർണ ഘടന, സുവർണ അനുപാതം ഉണ്ടായിരിക്കും. ഈ സുവർണ അനുപാതം അഥവാ ഗോൾഡൻ റേഷ്യോയിൽ നിന്നും അല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കൊണ്ടായിരിക്കും എല്ലാ സൃഷ്ടിയും. കാരണം ഞാൻ നിൽക്കുന്ന ഇടത്തല്ല എന്റെ ഇരട്ട പിറന്ന സഹോദരൻ നിൽക്കുക. ഞാൻ ജനിച്ച സമയത്തല്ല എന്റെ ഇരട്ട പിറന്ന സഹോദരൻ ജനിച്ചിട്ടുണ്ടാവുക. ഞങ്ങൾക്കിടയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. അതിനനുസരിച്ച് ഈ ഘടനയിലും മാറ്റം ഉണ്ടാവും. അപ്പോ ഘടന എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും കാണുന്നത് അതിന്റെ ആ രൂപഘടന മാത്രമാണ്, കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഘടന മാത്രമാണ്. അങ്ങനെ അത് മാത്രമല്ല, അതിനകത്തുള്ള മുഴുവൻ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായിരിക്കുന്ന സമയത്താണ് അതിന് ഏറ്റവും ക്രമിതമായിട്ടുള്ള അവസ്ഥ, ധർമ്മത്തിനനുസരിച്ചുള്ള രൂപം അതിനകത്ത് ഉണ്ടാവുക. ധർമ്മത്തിനനുസരിച്ചുള്ള രൂപം ഉണ്ടാകുമ്പോഴാണ് അത് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുക. എന്റെ കൈയുടെ രൂപത്തിലായിരിക്കുമ്പോഴാണ് കൈകൊണ്ട് ഭക്ഷണം വാരിയെടുക്കാനും എഴുതാനും ചിത്രം വരയ്ക്കാനും ഹാർമോണിയം വായിക്കാനും തമ്പുരു വായിക്കാനും ഒരു വാഹനം ഓടിക്കാനും പോകുന്ന വഴിയിൽ വകഞ്ഞ് മാറാനും എന്റെ ഭാരത്തെയും ഉയർത്തിക്കൊണ്ട് പിടിച്ചു കയറാനും ഒക്കെ കഴിയും. കൈയുടെ പ്രവർത്തന രൂപത്തിലായിരിക്കും. അത് ഏറ്റവും നന്നായിട്ട് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഈ ഗോൾഡൻ റേഷ്യോ എന്നുള്ളത് കൊണ്ട് പ്രകൃതി സാധിച്ചെടുക്കുന്നത്.
അങ്ങനെ പ്രകൃതി സാധിച്ചെടുക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ച് അതിനൊരു രൂപം ഉണ്ടാകുമല്ലോ. ഒരു സൂര്യകാന്തി പൂവിന്റെ ഇതളുകളെ നോക്കുക, അതിന്റെ ഓരോ ഇതളിന്റെയും ധർമ്മം എന്താണെന്ന് പറയാൻ നമുക്കറിയില്ല, കാരണം നമ്മുടെ ധർമ്മത്തിന്റെ മണ്ഡലമല്ല. പക്ഷേ ആ ഗോൾഡൻ റേഷ്യോ അവിടെ പാലിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കണ്ടു നിൽക്കുന്ന നമ്മളിൽ ഒരു രഞ്ജകത്വമുണ്ട്. നമുക്ക് മനസ്സതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ പറയും അത് സുന്ദരമായിരിക്കുന്നു. ഇത് തന്നെയല്ലേ മലയുടെ മുകളിൽ നിന്നും നമ്മൾ താഴത്തേക്ക് നോക്കിയപ്പോ അവിടെ ചിതറി നിൽക്കുന്ന വീടുകൾക്കിടയിൽ, ചിതറി നിൽക്കുന്ന റോഡുകൾക്കിടയിൽ, ചിതറി നിൽക്കുന്ന കൃഷിയിടങ്ങൾക്കിടയിൽ നമ്മളൊരു പ്രത്യേക പാറ്റേൺ കണ്ട് സുന്ദരമായിരിക്കുന്നു എന്ന് പറഞ്ഞു. നമ്മൾ അതിന്റെ ഇടയിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ എന്തറിയോ, നമ്മൾ അതിന്റെ ഫ്രാഗ്മെന്റഡ് ഏരിയാസ് മാത്രമാണ് കാണുക. അതിന്റെ റെഡ്യൂസ്ഡ് ആയിട്ടുള്ള, അതിന്റെ യഥാർത്ഥ രൂപത്തിൽ നിന്ന് റെഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു രൂപത്തെയാണ് കാണുക. അതുകൊണ്ട് നമുക്ക് അതിന്റെ മുഴുവൻ കാഴ്ച കിട്ടില്ല, അതിന്റെ ഏകീകൃത സൗന്ദര്യം, അതിന്റെ അനുപാതം നമുക്ക് കിട്ടില്ല. അത് തന്നെയാണല്ലോ ശാസ്ത്രത്തിൽ വിശകലനം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുക, അല്ലെ? ശാസ്ത്രീയമായി നമ്മൾ വിശകലനം ചെയ്യുന്ന സമയത്ത് ഒന്നിന്റെ റെഡ്യൂസ്ഡ് സ്റ്റേറ്റിലേക്ക് പോകും, അതിന്റെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റേറ്റ് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഒരു സൂര്യകാന്തി പൂവിനെ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ മലയുടെ മുകളിൽ നിന്നും താഴത്തേക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ കാണുന്ന ആ ഒന്നിന് പ്രകൃതി എടുത്തെറിഞ്ഞ് വിതരണം ചെയ്ത കുറെ കാര്യങ്ങളുടെ ഏകോപനം അവിടെ കാണാൻ കഴിയും. പ്രകൃതിയിൽ അത് എങ്ങനെ ഇട്ടാലും അതിന് ആ രൂപമേ വരും. പ്രകൃതിയിൽ ഒരു വെള്ളത്തിന്റെ തുള്ളി വരികയാണ്, ഇപ്പോ പൈപ്പ് ലീക്കായി എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഒരു അവസ്ഥയല്ല. നമ്മളുടെ ശ്രദ്ധക്കുറവുകൊണ്ടുണ്ടായി, ടെക്നോളജിയുടെ പ്രശ്നം കൊണ്ടുണ്ടായി എന്നൊക്കെ നമുക്ക് 100 വ്യാഖ്യാനങ്ങൾ വയ്ക്കാം. പക്ഷെ പൈപ്പ് ലീക്കാവുന്ന സമയത്ത് അതിൽ നിന്നും തുള്ളിയായിട്ട് താഴത്തേക്ക് വരുന്ന വെള്ളത്തിന് ഇങ്ങനെ ഒരു വല്ലാത്ത ഗോളാകൃതി ഉണ്ടാവും. ആ ക്രമം അതിനകത്ത് ലീനമാണ്, എംബെഡഡ് ആണ്, അതിനകത്തുണ്ട്. ആ ക്രമത്തിന്റെ ആ ഹോളായിട്ടുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ, ആ ഹോളായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് അതിന്റെ പരിസരവുമായി ഏറ്റവും നന്നായി അനുരൂപനം ചെയ്യാൻ പാകത്തിലാണ്. എങ്ങനെയാണ് ഏറ്റവും നന്നായിട്ട് അനുരൂപനം ചെയ്യുക? ഞാൻ ഒരിടത്ത് ചെല്ലുന്നു, ഞാൻ ചെല്ലുന്ന സമയത്ത് അവിടുത്തെ ചുറ്റുപാടുമായിട്ട് ഞാൻ പൊരുത്തപ്പെട്ടിട്ടില്ലെങ്കിൽ എനിക്ക് അസ്വസ്ഥതയുണ്ടാവും. ഞാൻ ചെല്ലുന്ന ഇടത്ത് അസ്വസ്ഥതയുണ്ടാവും. ഞാൻ ക്ലേശങ്ങളിലായിരിക്കും. ക്ലേശം എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുകളിലായിരിക്കും. ഞാൻ ചെല്ലുന്ന ഇടത്ത് എനിക്ക് തൃപ്തികരമല്ല എങ്കിൽ ഞാനത് പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കും. എന്റെ ശരീരത്തിന്റെ മസിലുകളെല്ലാം തന്നെ വലിഞ്ഞു മുറുകും. ഞാനിത് പ്രകടിപ്പിക്കുന്നത് എന്റെ ചുറ്റുപാടും ഉള്ള ആളുകളിലേക്ക് അത് പകർന്നുകൊണ്ടിരിക്കും. അവിടെയുള്ളവർ അസ്വസ്ഥരാകും. അപ്പോ ഞാൻ ചെല്ലുന്ന ഇടവുമായിട്ട് അനുരൂപപ്പെടുക എന്നുള്ളതാണ് എന്റെ ധർമ്മം. ഞാനത് ചെയ്യേണ്ടതുണ്ട്. ആ സമയത്ത് ഞാൻ നിൽക്കുന്ന പരിസരം ക്ലേശരഹിതമായിരിക്കും. ഈ ക്ലേശരഹിതമായ അവസ്ഥയാണ് നമ്മൾ ഈശ്വരീയം എന്ന് പറയും. ക്ലേശരഹിതമായി കാര്യങ്ങൾ പോകുന്ന ഒരവസ്ഥയാണ് ഈശ്വരീയം എന്ന് പറയും. ക്ലേശരഹിതനായി ഇരിക്കുന്നവനാണ് ഈശ്വരൻ. നീ ഈശ്വരനുണ്ടോ, ഈശ്വരനില്ലേ എന്നുള്ള ചോദ്യങ്ങൾ തൽക്കാലം പ്രസക്തമല്ലാത്തതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകുന്നില്ല. എന്താണെങ്കിലും എന്നിൽ ഈശ്വരീയം പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ക്ലേശരഹിതനായിരിക്കണം. ലീക്കായ പൈപ്പിൽ നിന്നും ഒരു തുള്ളി വെള്ളം പതുക്കെ ഊർന്നിറങ്ങി താഴത്തേക്ക് വരുന്നുണ്ടെങ്കിൽ, അതിന് ഒരു നല്ല തുള്ളിയുടെ രൂപം വരുന്നുണ്ടെങ്കിലോ, അത് അതിന്റെ പരിസരവുമായി തട്ടിത്തെറിച്ച് പോകാതെ അതിങ്ങനെ പതുക്കെ രൂപങ്ങൾ ക്ലേശരഹിതമായിട്ട് അവിടെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഞാനൊരു കുഞ്ഞിന്റെ പുഞ്ചിരി കാണുന്ന സമയത്ത് എനിക്ക് എന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന നിർവൃതി ഉണ്ടല്ലോ, ആ കുഞ്ഞിന്റെ നിഷ്കളങ്കമായ ചിരി കാണുന്ന സമയത്ത് എന്റെ ഉള്ളിലും കളങ്കങ്ങൾക്ക് യാതൊരു സ്ഥാനവും ഇല്ലാതാവുന്നത്. എന്റെ ഉള്ളിൽ ഇഷ്ടംപോലെ കളങ്കങ്ങളുണ്ട്, പക്ഷെ ആ കുഞ്ഞിന്റെ ചിരി കാണുന്ന സമയത്ത് എന്റെ കളങ്കങ്ങൾക്ക് പ്രസക്തി ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിൽ ഞാനവിടെ ക്ലേശരഹിതമാവുകയാണ് ചെയ്യുന്നത്. ഈ ക്ലേശരഹിതമായ ഒരു അവസ്ഥയിൽ എനിക്ക് അവിടെ അനുരൂപനം ചെയ്യാൻ കഴിയുന്ന സമയത്ത് ഞാനത് സുന്ദരമെന്ന് മനസ്സിലാക്കും. ഞാൻ സുന്ദരമെന്ന് മനസ്സിലാക്കുന്ന എല്ലാ പശ്ചാത്തലങ്ങളുടെയും പിന്നാലെ അതിന്റെ രൂപകൽപ്പനയിൽ പ്രകൃതിയുടെ ആ സുവർണ അനുപാതം പ്രവർത്തിക്കുന്നുണ്ടാവും. ഈ സുവർണ അനുപാതം പ്രവർത്തിക്കുന്നിടത്തെല്ലാം തന്നെ ക്ലേശരഹിതമായിട്ട് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. കാരണം ധർമ്മങ്ങൾ പാലിക്കാനാണ് അത് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. എന്റെ കൈ ഉണ്ടാക്കപ്പെട്ടുള്ള ധർമ്മങ്ങൾ പാലിക്കാനാണ്. ആ ധർമ്മം അത് പാലിച്ചിട്ടെങ്കിലും സ്വാഭാവികമായിട്ടും അതിന് ചില തടസ്സങ്ങൾ വന്നു ചേരും, ചില മുടക്കുകൾ വന്നു ചേരും. അത് അതിനെ ക്ലേശപൂർണമാക്കും. ക്ലേശപൂർണമാക്കുമ്പോഴാണ് നമ്മൾ അതിന് രോഗമെന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയുള്ള എല്ലാ സൃഷ്ടികളും ഉണ്ടാകുന്നത് അതിന്റെ ധർമ്മം പാലിക്കാനാണ്.
ആ ധർമ്മങ്ങൾ പാലിക്കാൻ പാകത്തിലുള്ള രൂപഘടനയായിരിക്കും അതിന് ഉണ്ടായിരിക്കുക. ധർമ്മങ്ങൾ കൃത്യമായി പാലിക്കുന്ന സമയത്ത് അത് ക്ലേശരഹിതമായിരിക്കും. ക്ലേശരഹിതമായിട്ടുള്ള ആ ഒന്നിന്റെ രൂപകൽപ്പനയ്ക്കാണ് സൗന്ദര്യം അല്ലെങ്കിൽ ഈ സുവർണ അനുവാദം ഉണ്ടെന്ന് പറയുക. ആ സുവർണ അനുവാദത്തെ നമ്മൾ എവിടെ കാണുന്ന സമയത്ത് നമുക്കത് സുന്ദരമായിട്ട് തോന്നും. സുവർണ അനുവാദം ഉണ്ടെങ്കിൽ നമുക്ക് സുന്ദരമായിട്ട് തോന്നും. സുവർണ അനുവാദം ഇല്ലെങ്കിലും നമുക്ക് സുന്ദരമായി തോന്നിയാലോ? അങ്ങനൊരു സാധ്യതയില്ലേ? അതെങ്ങനെയാണ്? നമ്മളൊരു കാര്യത്തെ കാണുന്നു. നമ്മുടെ വീട്ടിൽ കുറച്ച് സാധനങ്ങളുണ്ട്. നമുക്ക് എന്റെ മുന്നിൽ ഒരു ബുക്ക് ഷെൽഫ് ഉണ്ട്. ആ ബുക്ക് ഷെൽഫിലെ പുസ്തകങ്ങളെല്ലാം പ്രത്യേക രീതിയിൽ വിന്യസിച്ച് വെച്ചിരിക്കുന്നു. അത് നല്ലതോ ചീത്തയോ, ഇതൊന്നും ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന് ഒരു പക്ഷേ വർഗീസേട്ടന് തോന്നും. വർഗീസേട്ടന്റെ ലൈബ്രറി കണ്ടിട്ട് ഇവിടെ വരുന്ന സമയത്ത് ഈ പുസ്തകങ്ങൾ ഇങ്ങനെയല്ല ഇരിക്കുന്നത് അദ്ദേഹത്തിന് തോന്നുമായിരിക്കും. പക്ഷെ ഞാനിത് നിരന്തരം ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വന്നു. ഇപ്പോ മക്കളുടെ കൂട്ടുകാരും അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ അംഗങ്ങൾ, കുട്ടികളൊക്കെ ഇവിടെ വരാറുണ്ടല്ലോ. അവരൊക്കെ ഇതിന്റെ മണ്ടയ്ക്ക് കയറി പുസ്തകങ്ങൾ എടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. തിരിച്ചു വയ്ക്കുന്ന സമയത്ത് ഇതേ ഇരിക്കുന്ന ഒരു പുസ്തക തലകീഴായിട്ട്. അപ്പോ അതിന്റെ ക്രമം ഒന്ന് മാറിയിരിക്കുമ്പോൾ അത് ശരിയായില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്തുകൊണ്ടാ? ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട് ഇതിങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന്. ഈ പുസ്തകങ്ങളൊക്കെ ഈ രൂപത്തിലാണ് ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോ അത് മാറിയിരിക്കുന്നു. ഇങ്ങനെയല്ല ഇരിക്കേണ്ടത് എന്ന തോന്നൽ എനിക്കുണ്ട്. അപ്പൊ അത് സുന്ദരമല്ല. ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ കുളി കഴിഞ്ഞ ഉടനെ മുടിയൊക്കെ ചീക്കി കുട്ടപ്പനായി എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരവസ്ഥയിൽ നിന്നും ഞാൻ വെളിയിലേക്ക് ചെന്ന് ഇറങ്ങി യാത്ര ചെയ്ത് ഒരു വഴിക്കായി കഴിഞ്ഞിട്ട് മുടിയെല്ലാം ചിതറി പോകുമ്പോൾ ഞാൻ എന്നെ കണ്ടാണിയിൽ വീണ്ടും കാണുന്ന സമയത്ത് എനിക്ക് തോന്നും ഇത് പോരാ. ഞാൻ രാവിലെ ആ കുട്ടപ്പനിസത്തിലേക്ക് ചെന്ന അവസ്ഥയല്ല ഇപ്പൊ. അതൊക്കെ മാറിപ്പോയിട്ടുണ്ട്. ഞാൻ തിരിച്ച് പഴയപടിയാണ്. വീണ്ടും ഞാൻ ചീപ്പെടുത്ത് ചീകി വെക്കും. കാരണം ഇങ്ങനെയാണ് ഞാൻ പെർഫോം ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ഞാൻ അവതരിപ്പിക്കപ്പെടേണ്ടത്, ഇന്നതാണ് എന്റെ ക്രമം എന്ന് ഞാൻ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ കാലം മുതൽ നമ്മൾ അങ്ങനെ വേഷം കെട്ടി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വേഷം കെട്ടലിന്റെ ആ ഡെഫിനിഷനിലേക്ക് ഞാൻ ചെല്ലുന്നുണ്ടോ എന്നറിയാനാണ് നമ്മൾ കണ്ണാടിയിൽ നോക്കുന്നത്. ഇല്ലേ? കുളി കഴിഞ്ഞാൽ നമ്മൾ കണ്ണാടിന് മുമ്പിൽ നിന്നിട്ട് കുറച്ചു നേരം ഇതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കല്ലേ? ഞാൻ ഒരു 10 സെക്കൻഡ് മറ്റോ ആണ് ഒരു ദിവസം കണ്ണാടിന് മുമ്പിൽ നിൽക്കുക. കണ്ണാടിന് മുമ്പിൽ നിൽക്കുക എന്നുള്ളതല്ല, അതിന് മുമ്പിൽ കൂടെ പോകുക. അത്രേ ആവശ്യമുള്ളൂ. കാരണം എനിക്ക് ഇവിടെ ഒരു നേരുണ്ട്. ആ നേര് കൃത്യമായിട്ട് വരുന്നുണ്ടോ എന്നുള്ളത് മാത്രമേ എന്റെ ഒരു വിഷയമായിട്ട് വരുന്നുള്ളൂ. മറ്റുള്ളതൊന്നും എന്റെ വിഷയമല്ല. ഇപ്പൊ ബിന്ദു ചോദിച്ചത് നമ്മൾ എന്തിനാണ് കണ്ണാടിന് മുമ്പിൽ നിൽക്കുന്നത്? കണ്ണാടിയെ കൂടുതൽ ആശ്രയിക്കുന്നത് എന്തുകൊണ്ടാണ്? കൂടുതൽ നേരം കണ്ണാടിന് മുമ്പിൽ നിൽക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? എന്റെ പെർഫോമൻസ്, ഞാൻ പെർഫോം ചെയ്യുന്ന ഒരു അവസ്ഥ എന്റെ മനസ്സിലെ സങ്കല്പനത്തിനനുസരിച്ച് തന്നെ വരണം. അപ്പൊ എന്റെ മനസ്സിൽ സമൂഹത്തിൽ ഞാൻ ഇങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അതിനെ ആരാ തീരുമാനിക്കുന്നത്? സമൂഹത്തിലെ ആളുകളെല്ലാം തന്നെ വളരെ ഭംഗിയായിട്ട് വേഷം കെട്ടി നിൽക്കുന്നു എന്ന രൂപത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ചെറിയ കാലം മുതൽ ഞാൻ കണ്ടിട്ടുണ്ട്. സമൂഹത്തിലെ ആളുകളെല്ലാം തന്നെ പ്രഗത്ഭരായിട്ടുള്ള ആളുകള്, മാന്യന്മാരായിട്ടുള്ള ആളുകള്, നല്ലവരായിട്ടുള്ള ആളുകളൊക്കെ ഇങ്ങനെയാണ് വേഷം കെട്ടുക എന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ആ വേഷത്തിലേക്ക് എന്നെ ട്രാൻസ്പ്ലേസ് ചെയ്യാം. ഇത് ഞാൻ ചെറിയ കാലം മുതൽ ശീലിക്കണം. സ്കൂളിൽ പോണ കാലം മുതൽ ഞാൻ ശീലിക്കുന്നതാണ്. ആ ശീലത്തിനനുസരിച്ച് ഞാൻ അവിടെ ചെന്ന് രൂപത്തിലേക്കാകുന്നു. ഇതിനും അപ്പുറത്തേക്കാകാൻ ഞാൻ എന്തായിരിക്കുന്നുവോ അതായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു ചെറിയ കാലത്ത്. അതിനും അപ്പുറത്തേക്ക് മറ്റൊന്നാകാൻ ഡോക്ടറായി കഴിഞ്ഞപ്പോൾ മറ്റൊന്നാകണമെന്ന് അവർ പറഞ്ഞത് കൊണ്ടാണ് ബിന്ദുവിന് വിഷമം ഉണ്ടായത്. കാരണം ബിന്ദുവിന്റെ അനുമാനത്തിൽ താൻ ഇന്നതാണെന്ന് അറിയും. ഇതിനും അപ്പുറത്തേക്ക് എന്താകാനാണ്? എന്നിട്ടും അവിടെ പറയുന്ന സൗന്ദര്യ സങ്കല്പത്തിന്റെ പരിധികളിലേക്ക് പോകാൻ തോന്നാത്തത് എന്തുകൊണ്ടാണ്? കാരണം ബിന്ദു പ്രാധാന്യം നൽകുന്നത് പ്രകടമായ ശരീരത്തിനല്ല, ആ ശരീരത്തിന്റെ ആന്തരികമായ അവസ്ഥയ്ക്കാണ്. ശരീരത്തിനകത്ത്, ജീവിതത്തിനകത്ത് നൽകുന്ന മൂല്യങ്ങൾക്കാണ്. ആ മൂല്യങ്ങളോടുള്ള താല്പര്യം കൊണ്ടാണ്, ആ മൂല്യങ്ങളിലുള്ള ശ്രദ്ധ കൊണ്ടാണ്. അത് ശുദ്ധമായിരിക്കണം, ഞാൻ മൂല്യങ്ങൾ പാലിക്കുന്നതായിരിക്കണം എന്ന രീതിയിലുള്ള ഒരു ചിന്തയിലേക്ക് എത്തുന്നു. തുടക്കത്തില് ഈ എന്താ പറയാ, അഡോളസൻ പീരീഡിന്റെ സമയത്തൊക്കെയാണ് ഞാൻ എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ. അത് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിയുന്ന സമയത്ത്, യഥാർത്ഥത്തിൽ അതിലകത്തേക്ക് തിരിയുന്ന സമയത്ത് പിന്നെ ഞാൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ള ചിന്ത ഉണ്ടാവില്ല. നമ്മൾ അങ്ങനെ ആയിത്തീരും. നമ്മളത് നമ്മൾ സൂക്ഷിക്കുന്നത് ഒരു ശീലമായിത്തീരും. നമ്മുടെ ആന്തരിക മൂല്യങ്ങൾ സൂക്ഷിക്കുന്നത് ശീലമായിത്തീരും. ഞാൻ വർത്തമാനം പറയുമ്പോൾ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ വരണം എന്ന് യൗവനത്തിൽ നമ്മൾ ചിന്തിക്കും.
ഗാർഹസ്ഥ്യത്തിന്റെ ഒരു അവസ്ഥയിൽ നമ്മൾ പെരുമാറുന്നത് എങ്ങനെയായിരിക്കും, നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ഞാൻ പറയുന്നത് മറ്റൊരാൾക്ക് വിഷമമുണ്ടാകേണ്ട കാര്യമില്ല എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ അതിന്റെ ഒരു ശീലത്തിലേക്ക് എത്തും. അപ്പോ ഞാൻ എന്ത് ചെയ്യുമ്പോഴും അത് ആന്തരിക മൂല്യങ്ങൾക്കനുസരിച്ച് ആയിരിക്കുമ്പോൾ ഞാൻ പെർഫോം ചെയ്യേണ്ട കാര്യമില്ല. പെർഫോമൻസിനെ കുറിച്ച് ഞാൻ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. കാരണം ആന്തരികമായി ഞാൻ അങ്ങനെയാണ്. ആന്തരികമായി ഞാൻ അങ്ങനെ ആയിരിക്കുമ്പോൾ എന്റെ പെർഫോമൻസ് അങ്ങനെയായിരിക്കും. ഞാൻ അതിനെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട, ചിന്തിക്കേണ്ട, അതങ്ങനെ ആയിരിക്കും. അതുതന്നെയാണ് സ്വാഭാവികമായ ഒരു സൂര്യകാന്തിയുടെ അകത്തുണ്ടാകും. അതുതന്നെയാണ് സ്വാഭാവികമായിട്ട് പലരും പല കാലത്ത് പല രൂപത്തിൽ പണിത വീടുകളെല്ലാം ചിതറിക്കിടന്നിട്ടും ഒരു താഴ്വാരത്തിന്റെ കാഴ്ച മലയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ സുന്ദരമായിരിക്കുന്നത്. അതുതന്നെയാണ് ആരൊക്കെയോ പ്രകൃതിയുടെ നിയമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യിക്കുന്നതും പ്രകൃതിയിൽ തനിയെ ഉണ്ടാകുന്നതുമായിട്ടുള്ള കാറ്റുകളെല്ലാം വീശിയിട്ടും ആകാശത്തെ ചിതറിക്കിടക്കുന്ന മേഘവാളികളെല്ലാം തന്നെ സുന്ദരമായി തോന്നുന്നത് അതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു, ഈ സുന്ദരമായിരിക്കുന്നു എന്ന് പറയുന്നത് എല്ലാം തന്നെ അതിന്റെ പരിസരവുമായി അനുരൂപണത്തിലായി നിൽക്കുന്നതാണ്, എല്ലാവുമായിട്ടും ചേർന്ന് നിൽക്കുന്നതാണ്. അത് ക്ലേശരഹിതമായി നിൽക്കുന്നതാണ്. ക്ലേശരഹിതമായി നിൽക്കുന്ന രീതിയിലാണ് പ്രകൃതിയുടെ സ്വാഭാവിക ഘടന. ആ പ്രകൃതിയുടെ സ്വാഭാവിക ഘടന ഈ നമ്മളിപ്പോ കൊറോണ കാലത്ത് നമ്മൾ പരിചയപ്പെട്ടൊരു വാക്കാണ് നോർമൽ, ന്യൂ നോർമൽ. നോർമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ രീതി, ന്യൂ നോർമൽ എന്ന് വെച്ചാൽ പുതിയ സാധാരണ രീതി. ഇതുപോലെയുള്ള ഒരു അവസ്ഥയുണ്ട്. ഈ സീറോയും അബ്സല്യൂട്ട് സീറോയും കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ ഏതൊരു വാല്യൂവിനെ കുറിച്ച് എടുക്കുമ്പോഴും അതിന്റെ ഏറ്റവും മിനിമം ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് സീറോ ആണ്. പക്ഷെ സീറോ എന്ന് പറയുന്നത് നമ്മുടെ അനുമാനം ആയി കാണുന്നതിന് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഇടത്തിന്റെ തുടക്കമാണ് സീറോ. അതിനു മുമ്പ് പ്രകൃതിക്ക് അതിന് ഒരു സീറോ ഉണ്ട്. അതിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് സീറോ എന്ന് പറയും. മലയാളത്തിൽ അതിന് കേവല പൂജ്യം എന്ന് പറയും. കേവലാവസ്ഥയ്ക്കുള്ള പ്രത്യേകത വെച്ചാൽ അതിന് പ്രത്യേകിച്ച് ഒടുവും വളവൊന്നും ഉണ്ടാവില്ല. അതിനകത്ത് സ്വാധീനങ്ങളൊന്നും ഉണ്ടാവില്ല. അൺബയസ്ഡ് ആയിരിക്കും. അതാണ് കേവലാവസ്ഥ എന്ന് പറയുന്നത്. ഈ കേവലാവസ്ഥയിൽ നമ്മൾ എത്തി നിൽക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആ കാംനെസ് ഫീൽ ചെയ്യും. ഏറ്റവും കൂടുതൽ ആ ക്ലേശരഹിതമായിരിക്കുക, ഈശ്വരീയത്തിലായിരിക്കുക. അതുകൊണ്ടാണ് ആ അബ്സല്യൂട്ട് ആയിട്ടുള്ള സ്റ്റേറ്റിനെ നമ്മൾ സാധാരണ രീതിയിൽ ശുദ്ധബോധം എന്ന് വിളിക്കുക. അതിനെ തന്നെയാണ് ഈശ്വരീയം എന്ന് വിളിക്കുക. ഒരു കൊച്ചു കുഞ്ഞിന്റെ ശരീരം എടുക്കുക, അതിന് നിർമ്മലമാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ആ നിർമ്മലാവസ്ഥ അത് ക്ലേശരഹിതമായിരിക്കുമ്പോഴാണ്. ജനിച്ച് ആദ്യത്തെ കുറച്ച് ദിവസം എന്തായാലും ക്ലേശരഹിതമായിരിക്കും. ആ 28 കെട്ടുന്ന സമയത്ത് അതിന്റെ വായിലേക്ക് നമ്മൾ ധാന്യങ്ങൾ തേച്ചു കൊടുക്കുന്നതോടുകൂടി അത് വഴിമാറും. പക്ഷെ അതുവരെ അത് ക്ലേശരഹിതമായിരിക്കും. അതിനുശേഷം അത് ശ്വസിക്കുന്ന രീതിയിൽ തന്നെ മാറ്റം വരും, ക്ലേശത്തിലേക്ക് ആയിത്തീരും. ഈ ക്ലേശരഹിതമായിട്ടുള്ള അവസ്ഥ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചു പോവുകയാണെങ്കിൽ, ഇവൻ ഈ ധാന്യമൊക്കെ ശീലിച്ചാലും പിന്നെയും അവൻ അത് ശീലിച്ച് ആ വഴി അങ്ങനെ താളം തെറ്റിക്കാതെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, ക്രമമായിട്ട് ഭക്ഷണം കഴിക്കുന്നു, ക്രമമായിട്ട് ജീവിതത്തെ കൊണ്ടുപോകുന്നു. ഈ ആധുനിക കാലത്ത് അത് ഉണ്ടാകുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ പഴയ കാലത്ത് എന്തായാലും അതുണ്ടായിരുന്നു. അങ്ങനെ ജീവിക്കുന്ന സമയത്ത് ശരീരം സ്വാഭാവികമായ രീതിയിൽ പ്രവർത്തിക്കും. നല്ല രീതിയിലുള്ള ഭക്ഷണം കഴിച്ച് നല്ല വ്യായാമങ്ങളിലൂടെ നല്ല പ്രവൃത്തികളിലൂടെ ജീവിക്കുന്ന ഒരാളുടെ ശരീരത്തിന്റെ ഘടനയ്ക്ക് സ്വാഭാവികമായിട്ടുള്ള ഒരു ആന്തരിക ഘടന ഉണ്ടാവും. ക്ലേശരഹിതമായിട്ട് പോകും. ആ ക്ലേശരഹിതമായിരിക്കുന്ന ഒരു ശരീരത്തിന്റെ നാഡികളിലൂടെ ഓടുന്ന പ്രാണശക്തിയും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുന്ന വായുക്കളും എല്ലാം കൃത്യമായി പ്രവർത്തിക്കുമ്പോൾ ശരീരത്തിന്റെ പുറത്ത് അത് പ്രതിഫലിക്കും. നല്ല ചൈതന്യമുള്ള ഒരാളെ കണ്ട നമുക്ക് തിരിച്ചറിയില്ലേ? നല്ല ഊർജ്ജമുള്ള ഒരാളെ കണ്ട തിരിച്ചറിയില്ലേ? അപ്പോ ആന്തരിക ഘടന കൃത്യമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ, ആന്തരികമായിട്ട് ഒരു ക്ലേശാവസ്ഥ ഇല്ല എങ്കിൽ അത് പ്രകടമായി അത് കാണാൻ കഴിയും. ഈ മുടി ചീകി ഒതുക്കുന്ന പ്രകടനമല്ല പറഞ്ഞത്, മുഖത്തിന്റെ ശരീരത്തിന്റെ ആ ഒരു രൂപം നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ആന്തരികമായി ക്ലേശരഹിതമായിട്ടുള്ള ഒരു അവസ്ഥയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും എന്നാണ് പറഞ്ഞത്. ശരീരത്തിന്റെ ഘടനയെല്ലാം ഭംഗിയായി നടക്കുന്നു, പക്ഷെ വൈകാരികമായി ബുദ്ധിമുട്ടിലാണ്. നമുക്ക് മുഖത്ത് കണ്ടാൽ അറിയില്ലേ? ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാൾ ദുഃഖിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അയാൾ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ മനസ്സിലാവും. അയാൾക്ക് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. നമുക്ക് കാണുന്നവർക്ക് അവരുടെ മുഖത്തിൽ പല പേശികളും വലിഞ്ഞു മുറുകിയും ഒക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് പ്രോപ്പർ അല്ല, അയാള് ശാന്താവസ്ഥ അല്ല. ശാന്തമല്ലാത്ത ഒരാളോട് നമുക്ക് ഇടപെടാൻ ചെറിയൊരു വിഷമം തോന്നും, അല്ലെ? കൊച്ചുകുഞ്ഞിന്റെ നൈർമല്യം കണ്ടപ്പോൾ അതിനോട് ഇടപെടാൻ നമുക്ക് താല്പര്യം തോന്നിയതുപോലെ വളരെ അഗ്രസീവായിട്ട് പെരുമാറുന്ന ഒരു കുട്ടിയെ കുറച്ചു നേരത്തേക്ക് കൈകാര്യം ചെയ്താൽ നമുക്ക് മടുപ്പ് വരും, അല്ലെ? അത് എന്തുകൊണ്ടാ?
അതിന്റെ വികാരങ്ങൾ ക്ലേശത്തെ ഉണ്ടാക്കുന്നുണ്ട്. ക്ലേശത്തെ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിത്വത്തോട്, ഒരു പരിസരത്തോട് ഇടപെടാൻ നമുക്ക് ബുദ്ധിമുട്ട് തോന്നും. ക്ലേശരഹിതമായ ഒരു അവസ്ഥയാണ് നമുക്ക് താല്പര്യം, സമാധാനത്തോടാണ് താല്പര്യം. അപ്പോൾ സമാധാനമായിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ, അയാളുടെ മുഖം അങ്ങനെ ആയിരിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അയാളുടെ ശരീരം ക്ലേശരഹിതമായിരിക്കുന്നു, മനസ്സ് ക്ലേശരഹിതമായിരിക്കുന്നു, ചിന്തകൾ ക്ലേശരഹിതമായിരിക്കുന്നു. ഒരുപാട് അറിവുള്ള ഒരാളുടെ അടുത്ത് പോയി നിൽക്കും, ഒരുപാട് അറിവുള്ള ഒരാളാണെങ്കിൽ ശാന്തമായിരിക്കും. ചെറിയ അറിവുകളും കൊണ്ട് നേടിയിട്ട് ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഗർവമായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇടപെടാൻ തോന്നും. അപ്പോ ആന്തരികമായിട്ട് ശരീരത്തിന്റെ ഘടന, മനസ്സിന്റെ ഘടന, ജീവന്റെ ഘടന, അറിവിന്റെ ഘടന, ചൈതന്യത്തിന്റെ ഘടന എന്താണോ അതിനനുസരിച്ചായിരിക്കും അയാളുടെ പ്രകടനം എന്ന് പറയും. ഇപ്പൊ മുഖത്ത് പലയിടത്തും കുരുക്കളുണ്ട്. നമുക്ക് ഈ യൗവനത്തിൽ കുട്ടികൾക്ക് കുരു വരുന്നത് കണ്ടു കഴിഞ്ഞാൽ, മുഖക്കുരു ഒക്കെ വരുന്നത് കണ്ടെങ്കിൽ നമ്മൾ പറയും അത് ഹോർമോൺ ചേഞ്ചിന്റെ ഭാഗമാണെന്ന്, ഇല്ലേ? ആന്തരിക പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് മുഖത്ത് പെർഫോം ചെയ്യും. മുഖത്ത് പലയിടത്തും കറുപ്പ് കാണുക, കരുവാളിച്ച് കാണുക, കണ്ണ് ഇടുങ്ങി കാണുക, അയാളുടെ ജീവിതശൈലിയുടെ പ്രകടനമാണത്. അയാൾ എന്താണോ അകത്ത് ഉണ്ടാക്കിയെടുക്കുന്നത്, അയാൾ കിട്ടുന്ന വറുത്തതും പൊരിച്ചതായിട്ടുള്ള സാധനങ്ങളെല്ലാം തിന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അയാളുടെ മുഖത്തത് തെളിഞ്ഞ് കാണും. തുടക്കത്തിൽ ചിലപ്പോൾ കണ്ടൊന്നും വരില്ല, പക്ഷെ പിന്നീട് അത് കാണും. ഇനി അയാള് എന്ത് കിട്ടിയ സാധനം എല്ലാം അകത്ത് കയറ്റുന്നതാണ്, പക്ഷെ അതിനൊരു ക്രമം ഉണ്ടെന്നുണ്ടെങ്കിൽ ചൈനക്കാരെ പോലെ ഇരിക്കും. ചൈനക്കാരെ കണ്ടു കഴിഞ്ഞാൽ നല്ല സുന്ദരന്മാരും സുന്ദരിമാരായിരിക്കും. അവരുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ നല്ല ചന്തമായിരിക്കും കാണും. ഇവര് തിന്നുന്നതോ നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത സാധനങ്ങൾ തിന്നും, പക്ഷെ അതിനൊരു ക്രമമുണ്ട്, അതിനൊരു താളമുണ്ട്. അപ്പോ ക്രമത്തിലും താളത്തിലും ജീവിതത്തെ കൊണ്ടുപോകുന്നവർക്ക് അവരുടെ ആന്തരിക ഘടനയിൽ, ശാരീരികമോ മാനസികമോ ആത്മീയമോ ആയിട്ടുള്ള ഘടനയിൽ ഒരു ക്രമമുണ്ടാവും. അവിടെ പ്രകൃതി കൽപ്പിച്ചരുളിയ ആ സുവർണ നിയമം പാലിക്കപ്പെടും. ആ സുവർണ നിയമം പാലിക്കപ്പെടുമ്പോൾ അയാളുടെ ശരീരത്തിൽ അത് പ്രകടമാണ്, അയാളുടെ പെരുമാറ്റത്തിൽ പ്രകടമാണ്, അയാൾ പരിസരത്ത് ഇടപെടുന്നതിൽ അത് പ്രകടമാകും, പരിസരത്തെ കാത്തു സൂക്ഷിക്കുന്നതിൽ പ്രകടമാകും, അയാളുടെ ജീവിതത്തിന്റെ ഒരു മുൻപോട്ട് പോക്കിൽ, ജീവിതത്തിന്റെ ഒരു ചുറ്റുപാടിൽ അത് പ്രകടമാണ്. അത് കാണുന്ന ഒരാൾക്ക് ഈ ക്ലേശരഹിതമായ ഒരു അവസ്ഥ അയാളുടെ ഉള്ളിൽ അനുഭവിക്കാൻ പറ്റുമ്പോൾ അയാൾക്ക് ഇത് സൗന്ദര്യമുള്ളതായിട്ട് തോന്നും. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് കണ്ണാടിയുടെ മുമ്പിൽ ഒരുപാട് സമയം നിൽക്കേണ്ടതുണ്ട്. ഇപ്പൊ നമ്മൾ തുണി കൊടുക്കാതെ വെളിയിൽ പോയില്ല. തുണി കൊടുക്കുക എന്നുള്ളത് നാഗരികതയുടെ ഭാഗമാണ്. യഥാർത്ഥത്തിൽ നമുക്ക് തുണിയോടുകൂടിയല്ല ജനിക്കുന്നത് എന്ന് വെച്ചിട്ട് ഞാൻ 100% പ്രകൃതിയോട് ഇടപഴകി ജീവിക്കണം, പ്രകൃതിയോട് ഇഴുകി ജീവിക്കണം എന്ന് പറയുന്ന ഒരാളാണ്. എന്ന് വെച്ചിട്ട് നാളെ രാവിലെ എന്നിട്ട് ഞാൻ തുണിയില്ലാതെ റോഡിലേക്ക് ഇറങ്ങിയാലോ? തല്ലുള്ളൂ. അപ്പോ മിനിമം പാലിക്കേണ്ട ചില മര്യാദകൾ സമൂഹത്തിന്റെ ഉണ്ട്. അതറിയാതെ പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ബുദ്ധിമുട്ടിലാക്കും. അതുകൊണ്ട് ആ മിനിമം മര്യാദകൾ പാലിക്കുക എന്നുള്ളതിന് വേണ്ടി ഇതൊക്കെ ശരിയായിട്ടുണ്ടോ എന്നൊന്നും നോക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അതിനും അപ്പുറത്തേക്ക് നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരികയാണെങ്കിൽ അതിനർത്ഥം നമ്മുടെ അകത്ത് ശരിയല്ലായികകൾ ഉണ്ട് എന്നുള്ളത്. അകമെന്ന് പറയുമ്പോൾ ശരീരത്തിന്റെ അവയവങ്ങളിൽ മാത്രമല്ല, മനസ്സിന്റെ ഘടനയില്, പ്രവർത്തനത്തിന്റെ ഘടനയില്, വികാരത്തിന്റെ ഘടനയില്, അറിവിന്റെ ഘടനയില്, ചൈതന്യത്തിന്റെ ഘടനയില്, മനോചലനങ്ങളുടെ ഘടനയിൽ, ഓർമ്മകളുടെ ഘടനയിലൊക്കെ തന്നെ ഒരുപാട് പ്രതിസന്ധികളുണ്ട് എന്നാണ്. ഒരുപാട് ക്ലേശങ്ങളുണ്ട് എന്നാണ്. ക്ലേശമാകുന്നു എന്ന് പറയുമ്പോൾ ഈശ്വരീയമില്ല എന്നാണ് അർത്ഥം. അവിടെ സുന്ദരമായ ഒരു ക്രമീകരണം, ആ സുവർണ നിയമം നഷ്ടമാകുന്നു എന്നാണ് അർത്ഥം. സുവർണ നിയമം നഷ്ടമാകുന്ന സമയത്ത് അതിന് ഏറ്റവും ക്ലേശരഹിതമായ സുന്ദരമായ രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയില്ല. ഈ പെർഫോമൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് അത് കണ്ടു നിൽക്കുന്ന ഒരാളിൽ രഞ്ജകത്വം ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ ഒരു രഞ്ജകത്വം, മനസ്സിന്റെ രഞ്ജകത്വം ഉണ്ടാകുമ്പോൾ മാത്രമാണ് അയാൾക്ക് ഇത് സുന്ദരമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുക. അപ്പൊ ഇതാണ് സൗന്ദര്യം എന്ന് പറയുന്നത്. സൗന്ദര്യം എന്നുള്ളത് പ്രകൃതിയുടെ ആ സുവർണ നിയമം പാലിക്കപ്പെടുന്ന ഒരവസ്ഥയാണ്. അതിനെ നിരീക്ഷിക്കുന്നത് നമ്മുടെ അകത്തെ സൗന്ദര്യബോധമാണ്. നമ്മുടെ അകത്തെ സൗന്ദര്യബോധം എന്ന് പറയുന്നത് ക്ലേശരഹിതമായ ഒരു അവസ്ഥയെക്കുറിച്ചുള്ള നമ്മുടെ വീക്ഷണമാണ്, നമ്മുടെ അറിവാണ്, നമ്മുടെ അനുഭവമാണ്, അനുഭൂതിയാണ്, അതിനനുസരിച്ചുള്ള അനുരൂപണമാണ്. ക്ലേശരഹിതമായ ഒരു അവസ്ഥയെക്കുറിച്ചുള്ള ഇപ്പോ രണ്ടുപേര് തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് അവരുടെ സംസാരം കേട്ടിരിക്കുമ്പോൾ നമ്മൾ അതിനെ അകത്ത് കയറിയിട്ട് അതിന്റെ ഘടന പിടിച്ച് തിരിക്കാൻ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ ക്ലേശത്തെ സൃഷ്ടിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോ അങ്ങനെ ഒരാൾക്ക് അതിലെ സൗന്ദര്യം കണ്ടെത്താൻ കഴിയില്ല. രണ്ടുപേർ തമ്മിൽ സംസാരിക്കുമ്പോൾ ആ സംസാരം കണ്ടിരിക്കാൻ ഒരാൾക്ക് കഴിയുന്നു എന്നിരിക്കട്ടെ. അല്ലെങ്കിൽ നമ്മുടെ മുന്നിലിരുന്ന ഒരാൾ നമ്മളോട് കുറച്ച് ക്ലേശങ്ങൾ പറയുകയാണ്. ആ ക്ലേശങ്ങൾ കേട്ടിട്ടും
നമുക്ക് അയാളെ ആ ക്ലേശത്തിൽ നിന്നും മാറ്റണം. അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു ദിവസം ഇവിടെ ഉണ്ടായ ഒരു ചെറിയ ഇവന്റ്, ഇവിടെ സ്ക്രീനിലുള്ള ഒരു ആൾ ഇവിടെ വന്നപ്പോ അദ്ദേഹം അവരുടെ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ നിരന്തരം പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കത് കേൾക്കണ്ട. കേട്ടിരിക്കാൻ എനിക്ക് മടിയായത് കൊണ്ടല്ല, അത് പറയും തോറും നിങ്ങളുടെ ക്ലേശങ്ങൾ കൂടിക്കൊണ്ടിരിക്കും, അതുകൊണ്ട് പറയാതിരിക്കുക എന്ന് പറഞ്ഞു. അത് എനിക്ക് അവരെ പരിവർത്തിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ള ഉത്തരവാദിത്തമുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിലോ ഞാൻ എന്താ ചെയ്യുക? ഞാൻ അവരുടെ ഗതി തിരിക്കേണ്ട കാര്യമില്ല, കാരണം അവിടെ വീണ്ടും ക്ലേശമാണ് ഉണ്ടാകുന്നത്. പകരം ഞാനത് കേട്ടിരുന്നാൽ മതി. കേട്ടിരുന്ന് ഞാനിതിലൂടെ കടത്തിവിടുന്ന സമയത്ത് ക്ലേശരഹിതമായി ഇത് കടന്നു പോകും. അപ്പോ ആ കൺവെർസേഷൻ എന്ന് പറയുന്നത്, ആ ലിസണിങ് എന്ന് പറയുന്നത് സുന്ദരമായി തീരും. ഞാൻ എന്റെ മുന്നിൽ ഒരു സുഹൃത്ത് വരുന്നു, അല്ലെങ്കിൽ എന്റെ ഇണ, അല്ലെങ്കിൽ എന്റെ കൂടെ ജീവിക്കുന്ന റൂംമേറ്റ്, അല്ലെങ്കിൽ എന്റെ സഹ പ്രവർത്തകൻ എന്റെ അടുത്ത് വരുന്നു. അയാൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അങ്ങനെയല്ല, ഇങ്ങനെയാണ് വേണ്ടത് എന്ന് ഞാൻ വെറുതെ ഇടപെടുന്നു. കാര്യത്തെ ക്രമീകരിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല, ഞാൻ വെറുതെ എന്റെ അഭിപ്രായം പറയുന്നു. അവിടെ ക്ലേശം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ബന്ധം സുന്ദരമായിരിക്കും. ഞാനും എന്റെ ഇണയും തമ്മിലുള്ള ബന്ധം സുന്ദരമാകണമെങ്കിൽ ഞാൻ അയാൾ പറയുന്നതിന്റെ തുടർച്ചയെ സ്വീകരിക്കുന്ന, അത് ചെയ്യുന്ന ഒരാളായി മാറണം. ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ തുടർച്ചയിലേക്ക് പോകാൻ എനിക്ക് കഴിയുമ്പോഴാണ് ഞാൻ ആ സാഹചര്യത്തെ, ആ നിമിഷത്തെ, സന്ദർഭത്തെ സുന്ദരമാക്കി മാറ്റുന്നത്. അങ്ങനെ സുന്ദരമാക്കി മാറ്റണമെങ്കിൽ എന്റെ ഇണ പറയുന്ന കാര്യം കേട്ടിട്ട് അതിന്റെ തുടർച്ചയെ ചെയ്തുകൊണ്ട് ഞാൻ അതിനെ ക്ലേശരഹിതമായി മുൻപോട്ട് കൊണ്ടുപോകണമെങ്കിൽ, അതിനെ സുന്ദരമാക്കണമെങ്കിൽ അതിനു മുമ്പ് തന്നെ എന്റെ ഉള്ളിൽ സുന്ദരമായ ഒരു കാലാവസ്ഥ ഉണ്ടായിരിക്കണം. എന്റെ മനോചിത്രത്തില് അങ്ങനെ സുന്ദരമായ ഒരു കാലാവസ്ഥ ഉണ്ടായിരിക്കണം. സുന്ദരമായ ശീലം ഉണ്ടായിരിക്കണം. സൗന്ദര്യത്തെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവുണ്ടായിരിക്കണം. സൗന്ദര്യം എന്നതാണെന്ന് ഡിഫൈൻ ചെയ്യലല്ല വേണ്ടത്. സുന്ദരമായിരിക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ചുള്ള, ക്ലേശരഹിതമായ ഒരു അവസ്ഥയെക്കുറിച്ചുള്ള ഒരു ഉൾചിത്രം ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു ചിത്രമുണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് കൃത്യമായിട്ട് പെർഫോം ചെയ്യാൻ കഴിയും. സമൂഹത്തില് ഇപ്പോ ദാരിദ്ര്യം എന്നുള്ളത് യഥാർത്ഥത്തിൽ പ്രകൃതിയിൽ ദാരിദ്ര്യമില്ല. ഇവിടെയുള്ള എല്ലാ ജീവികൾക്കും കഴിക്കാൻ വേണ്ടുന്നതിന്റെ എത്രയോ ഇരട്ടി ഇവിടെ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും ദാരിദ്ര്യം ഇവിടെ പലരും അനുഭവിക്കുന്നത് എന്തുകൊണ്ടാ? വിതരണക്രമത്തിലെ പ്രശ്നങ്ങൾ. ഈ വിതരണക്രമം എങ്ങനെയാണ് ഉണ്ടായത്? ഇങ്ങനെയൊരു വിതരണക്രമം, എല്ലാവർക്കും എത്താൻ പറ്റാത്ത രീതിയിലുള്ള വിതരണക്രമം എങ്ങനെയാണ് ഉണ്ടായത്? ക്ലേശം നമ്മൾ ബോധപൂർവം സൃഷ്ടിച്ചെടുത്തതാണ്. രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട്, അധിനിവേശത്തിനോടുള്ള താല്പര്യം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ്. അവിടെയെല്ലാം ക്ലേശം മനുഷ്യനിർമ്മിതമാണ്. യുദ്ധങ്ങൾ മനുഷ്യനിർമ്മിതമാണ്. മനുഷ്യയുക്തിയുടെ നിർമ്മിതിയിൽ വരുന്നതാണ് ക്ലേശങ്ങൾ. അവിടെ സൗന്ദര്യം എന്നുള്ളത് ഉണ്ടാകുന്നില്ല. പകരം അവര് ട്രെൻഡ് മേക്കിങ്ങിലൂടെ പുതിയ സൗന്ദര്യത്തെ ടിവിയിലൂടെയും ഒക്കെ നമ്മുടെ സ്വീകരണ മുറിയിലും നമ്മുടെ മൊബൈലിലേക്കും എത്തിച്ച് അതാണ് സൗന്ദര്യം എന്നുള്ള ബോധ്യത്തിലേക്ക് എത്തുന്നു. പക്ഷെ ക്ലേശം, ഇപ്പോ നമ്മുടെ മുഖം സുന്ദരമാകാൻ വേണ്ടി തേക്കുന്ന ചില ലേപനങ്ങളുണ്ട്. ഈ ലേപനങ്ങൾ വെച്ചാൽ കുറച്ചു നാൾ കഴിയുമ്പോൾ മുഖത്ത് പാടുകൾ വരും, വേദനകൾ വരും, ക്ലേശങ്ങളിലേക്ക് എത്തിക്കുന്നു. അത് സുന്ദരമാണോ? ഇപ്പൊ ഉത്തരേന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ നേപ്പാളിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ കാണാറുണ്ട്, എല്ലാ സ്ത്രീകളും വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും മുഖത്ത് കുറെ പുട്ടിയിടുകയും ചെയ്യും, ചുണ്ടിൽ കുറെ ചായം തയ്ക്കും. സുന്ദരമായ മുഖങ്ങളാണ്. അതിന് മുകളിലേക്ക് ചായം തേച്ചിട്ട് അതിന്റെ സൗന്ദര്യം കാണാത്ത രീതിയിലേക്ക്. അതാണ് സൗന്ദര്യം എന്നുള്ളത് പൊതു ട്രെൻഡാണ്. ആ ട്രെൻഡ് മേക്കിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ അതിലേക്ക് മറിഞ്ഞു വീഴുമ്പോൾ യഥാർത്ഥ സൗന്ദര്യം എന്നുള്ളത് മാറിപ്പോകുന്നു, യഥാർത്ഥ ക്രമീകരണം എന്നുള്ളത് മാറിപ്പോകുന്നു. ഇത് പിന്നീടുള്ള ക്ലേശങ്ങൾക്ക് കാരണമാണ്. സുന്ദരമായതിന് ക്ലേശരഹിതമായിരിക്കും, ക്ലേശരഹിതമായിരിക്കണം. അപ്പോ സുന്ദരമാകുന്നത് ഈശ്വരീയത്തിലാണ്. ക്ലേശരഹിതമായിരിക്കുക എന്നുള്ളൊരവസ്ഥ ജീവിതത്തിൽ രാഷ്ട്രീയപരമായ കാരണങ്ങൾ കൊണ്ട്, പട്ടിണി കൊണ്ട്, ദാരിദ്ര്യം കൊണ്ട്, ദുരിതങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ സുന്ദരമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. എന്തുകൊണ്ടാണ് നമ്മൾ സുസ്ഥിര ജീവിതത്തെ കുറിച്ച് സംസാരിക്കുന്നത്? ജീവിതം ഇങ്ങനെ പോയാൽ കുറച്ചു നാളുകൾ കൊണ്ട് വല്ലാതെ ഇടിച്ചു നിൽക്കുമെന്നും ഈ പുതിയ ലോക്ക്ഡൌണുകൾ വരുമെന്നും ഒക്കെയുള്ളൊരു വല്ലാത്തൊരവസ്ഥ നമ്മുടെ ചുറ്റും നിൽക്കുന്നുണ്ട്. ഈ അവസ്ഥയെ അതിജീവിക്കണമെങ്കിൽ, ഈ അവസ്ഥയിൽ നിന്ന് നമ്മൾ മാറിപ്പോണമെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളില്ലാത്ത ഒരു ലോകം സൃഷ്ടിക്കണം. ഒരു ലോകത്തെ സൃഷ്ടിക്കാൻ ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞു വരില്ല, പക്ഷെ ഒരു മാതൃക സൃഷ്ടിക്കണം. അവിടെ ക്ലേശരഹിതമായ ജീവിതം വേണം. ആ ക്ലേശരഹിതമായ ജീവിതമാണ് നമ്മുടെ സൗന്ദര്യം. ആ സൗന്ദര്യത്തെയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അത് അവിടെ ഗ്രാമത്തിൽ അങ്ങനെ ഒരു ഗ്രാമം ഉണ്ടാകണം, അങ്ങനെ ഒരു ജീവിതശൈലി ഉണ്ടാകണമെങ്കിൽ, ക്ലേശരഹിതമായ ഗ്രാമം ഉണ്ടാകണമെങ്കിൽ, സുന്ദരമായ ഒരു ഗ്രാമം ഉണ്ടാകണമെങ്കിൽ ആ സങ്കല്പം നമ്മുടെ ഉള്ളിലുണ്ട്.
നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാവുന്ന സങ്കല്പം നമ്മുടെ ചുറ്റും പ്രതിഫലിച്ചുകൊണ്ടേയിരിക്കും, നമ്മുടെ ചുറ്റും റേഡിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാണ് സുന്ദരമായി അനുഭവപ്പെടുക, ലോകത്തിന് അറിയാൻ കഴിയുക. ആ സൗന്ദര്യത്തിലേക്ക് ചേർന്നിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അതിനെ ആസ്വദിക്കാൻ കഴിയും. ഉറപ്പായിട്ടും പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കാഴ്ചപ്പാടുകൾ, അതായത് ഇങ്ങനെയല്ല ഇയാൾ പെരുമാറേണ്ടത്, ഇങ്ങനെയല്ല ഇയാൾ സംസാരിക്കേണ്ടത്. എന്റെ ടോക്കുകൾ കേട്ടിട്ട് എന്തോ വർത്തമാനമാണ് പറയുന്നത്, തനിക്ക് മലയാളത്തിൽ സംസാരിച്ചുകൂടെ പറയുന്ന ഒരുപാട് പേരുണ്ട്. എന്റെ ഭാഷ ക്ലേശപൂർണമായതുകൊണ്ടായിരിക്കാം. എന്താണെങ്കിലും നമ്മൾ ഒരു കാര്യത്തെ പെർഫോം ചെയ്യുന്ന സമയത്ത്, ഞാൻ നിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെ സമൂഹത്തിന്റെ മുന്നിൽ പെർഫോമൻസ് ആണ്, അല്ലെ? നമ്മൾ നിൽക്കുന്നു എന്ന് പറയും, നമ്മൾ ഉണ്ട് എന്ന് പറയുന്നത് ഒരു പെർഫോമൻസ്. ഇത് ക്ലേശരഹിതമായി മാറണമെങ്കിൽ നമ്മൾ വെളിയിൽ ഉള്ള അപ്പിയറൻസിലല്ല മാറ്റം വരുത്തേണ്ടത്, അവിടെ അകത്താണ് മാറ്റം വരുത്തുന്നത്. ശരീരഘടനയിൽ മാറ്റം വരുത്തണം, മാനസിക ഘടനയിൽ മാറ്റം വരുത്തണം, ആത്മഘടനയിൽ മാറ്റം വരുത്തണം, അറിവിന്റെ ഘടനയിൽ മാറ്റം വരുത്തണം, ഊർജത്തിന്റെ ഘടനയിൽ മാറ്റം വരുത്തണം. ഈ മാറ്റം വരുത്തുന്ന സമയത്തുള്ള പ്രത്യേകത നമ്മൾ കോൺഷ്യസ് ആയിരിക്കണം. അതാണോ വേണ്ടത്? അല്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. മാറ്റം വരുത്തുന്നത് സാധാരണീകരണത്തിലാവും, സാധാരണ അവസ്ഥയിലാവും, നോർമലാവും. അങ്ങനെ വരുന്ന സമയത്ത് നാം ഇത് ശ്രദ്ധിക്കുന്നു എന്ന് പോലും അറിയാതെ നമ്മൾ അതിലായിരിക്കും. ഒരാള് ഒരു മുമ്പിലിരുന്ന് വർത്തമാനം പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ഒരു ടംബ്ലർ വെള്ളവുമായിട്ട് പോകുമ്പോൾ കയ്യിൽ നിന്നും ടംബ്ലർ വീണുടയുന്ന സമയത്ത് എന്ത് പണിയാണ് കാണിച്ചതെന്ന് ചോദിക്കുന്നവരുമാരും ആ സിറ്റുവേഷനെ സുന്ദരമായിട്ട് ഹാൻഡിൽ ചെയ്യുക എങ്ങനെയാ? മോനെ ഒരു മിനിറ്റ് അനങ്ങല്ലേ, അനങ്ങാതെ നിൽക്കണേ, ചില്ല് കാലിൽ കൊള്ളരുത്, അവിടെ നിന്നോ, ഞാൻ ഇപ്പൊ എടുക്കാം എന്ന് പറഞ്ഞാൽ അവരെ എടുത്ത് മാറ്റി നമ്മൾ ആ ചില്ല് ഒഴുക്കി തുടച്ചെടുത്ത് വൃത്തിയാക്കി ദൂരെ സേഫ് ആയിട്ടുള്ള ഇടത്ത് കൊണ്ട് കളഞ്ഞ് ഈ കുഞ്ഞിനെ സമാശ്വസിപ്പിച്ച് അവനെ സന്തോഷിപ്പിച്ച് നമ്മൾ കൊണ്ടുപോകുമ്പോൾ ആ സാഹചര്യം സുന്ദരമായി. അങ്ങനെ ആകണമെങ്കിൽ അവിടെ അങ്ങനെ പെർഫോം ചെയ്താൽ മാത്രം മതിയോ? പോരാ, ആ പെർഫോമൻസിന്റെ പിൻബലമായിട്ട് നമ്മുടെ അകത്ത് ഉണ്ടായിരിക്കണം ആ ചിന്ത, അങ്ങനെ ഒരു ഇടപെടലിന്റെ സൗന്ദര്യം, അങ്ങനെ ഒരു ഇടപെടലിന്റെ പരിചയം നമുക്കുണ്ടായിരിക്കും. അപ്പോൾ അകത്താണ് ഈ സൗന്ദര്യം ഉണ്ടാകേണ്ടത്, മൂല്യങ്ങളിലാണ് സൗന്ദര്യം ഉണ്ടാകേണ്ടത്. മൂല്യം എന്ന് പറയുമ്പോൾ ഭക്ഷണത്തിന്റെ രീതി, ജീവിതത്തിന്റെ ശൈലി, അതിലൂടെയാണ് ശരീരം ആരോഗ്യകരമായിരിക്കുക, അതിലൂടെയാണ് മനസ്സ് ആരോഗ്യകരമായിരിക്കുക, അതിലൂടെയാണ് അറിവ് ആരോഗ്യകരമായിരിക്കുക. ആരോഗ്യകരമായിട്ടുള്ള ഒരു അകം ലോകമുണ്ടെങ്കിൽ, ആന്തരിക പരിസ്ഥിതി ഉണ്ടെങ്കിൽ, ബാഹ്യ പരിസ്ഥിതിയിൽ അത് ആരോഗ്യകരമായിരിക്കും, സുന്ദരമായിരിക്കും, ക്ലേശരഹിതമായിരിക്കും, ഈശ്വരപൂർണമായിരിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അങ്ങനെയുള്ളപ്പോ കണ്ണാടി നോക്കി മുഖം മിനുക്കേണ്ടതില്ല. കണ്ണാടി ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാനാണ്. അപ്പൊ കണ്ണാടി ഇല്ലാതെയും ജീവിക്കാൻ കഴിയാനുള്ള ക്ലേശരഹിതമായിട്ടുള്ള ഒരു ബോധം നിങ്ങളിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കൂടുതൽ അറിയാനുണ്ടെങ്കിൽ ചോദിക്കാം. നന്ദി, നമസ്കാരം.